ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം തത്വ ചർച്ചകൾ നമുക്ക് തുടരാം. 2 ദിവസം മുമ്പേ നമ്മൾ ഭാഗവത തത്വങ്ങൾ സത്സംഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ, ഈ വാതിൽ അടച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ 2 ദിവസം ഗീതാ ഫെസ്റ്റിൻ്റെ പരിപാടിയായിരുന്നു. ഗുരുവായൂരിൽ വെച്ച് ഭഗവാന്റെ കാരുണ്യത്താൽ വളരെ മനോഹരമായിട്ട് ഗീതാ ഫെസ്റ്റ് നടന്നു. ധാരാളം പാർട്ടിസിപ്പൻസ് കേരളത്തിലുടനീളമുള്ള ഭക്തരെല്ലാവരും പങ്കെടുത്തിരുന്നു. അതിലൂടെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തരെല്ലാവരും വന്നിരുന്നു. 5 വയസ്സ് മുതൽ 10 വയസ്സുള്ള കാറ്റഗറിയിലും 10 മുതൽ 19 പിന്നെ 19 വയസ്സിന് മേലിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ധാരാളം ഭക്തരുണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം ഫൈനൽ റൗണ്ടിലേക്ക് ഭക്തരെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫൈനൽ റൗണ്ട് നടത്തി അതിൽ വിജയികളെ പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി മുന്നോട്ട് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, സെക്കൻഡ് ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇൻഫർമേഷൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വരും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വരുന്ന വർഷം ആധ്യാത്മികപരമായിട്ടും ഭൗതികപരമായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അധികം താമസിക്കാതെ നമുക്ക് ഭാഗവത തത്വങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചുരുക്കത്തിൽ നമ്മൾ പഠിക്കുകയാണ് ശ്രീമദ് ഭാഗവത്തെ. ഭാഗവത കഥകൾ നമ്മളെല്ലാവർക്കും അറിയാം. തത്വങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ പോകുന്നത്. കാരണം അതിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടത്, അതാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരഗദാദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ. ശ്രീവാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനി പ്രഭവേ നമ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനിക വിദവ സിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൗമേ സ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ
गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते जयतां सुरतो पङ्गोर्ममन्दमदेर्गति मत्सर्वस्य पादाम्बुजो राधा मदनमोहनो दिव्यत्वृन्दारण्यगर्भद्रवदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठादवे सेव्यमानस्मरामि श्रीमन्द्रासरसारम्भी वंशीवटत्तरस्थिता कर्षन्वेनुस्वनेन गोपिर् गोपीनाथस्य तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासुदेव गौर हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 मुखं करोति वाचालं भङ्गं लङ्कायते मत्कृपातमावन्दे श्रीगुरुं तिरुतार्य परमानन्दमाधवं ശ്രീചൈതന്യവൈശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. ഈ വരുന്ന വർഷം ആധ്യാത്മികപരമായിട്ടും ഭൗതികപരമായിട്ടും എല്ലാവർക്കും നല്ലൊരു സദ്ഗതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത്തിലെ 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സംശയങ്ങൾ ശൗനകാദി ഋഷികൾക്ക് ഭാഗവതം ആരോട് പറഞ്ഞു എന്ന് അവർക്കറിയാം. പക്ഷേ എന്താണ് ഭാഗവതം ചർച്ച ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. പിന്നെ അതായത് ശുകദേവ് ഗോസ്വാമി അദ്ദേഹം ആരാണെന്നറിയാം, പക്ഷേ എങ്ങനെ അദ്ദേഹം ഭാഗവതം പറയാനിടയുണ്ടായി അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ പരീക്ഷിത് മഹാരാജ്, അദ്ദേഹം ലോകം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഗംഗാതീരത്തിരുന്നു കൊണ്ട് ഭാഗവതം കേൾക്കാൻ എന്തായിരുന്നു കാരണം എന്തിനാണ് ആ കാരണം അറിയേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇതേപോലൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ഭഗവാനെ എങ്ങനെ ആശ്രയിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഭാഗവതം നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ വളരെ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വെറുതെയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം, വാട്ട് ഷുഡ് ബി അവർ മോട്ടിവേഷൻ ഫോർ ലിവിങ്, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിലൂടെയുണ്ട്. ഓക്കെ, നമ്മളിവിടെ പഠിച്ചു വ്യാസമഹർഷിക്ക് പൊതുവെ മഹത് വ്യക്തികൾക്ക് എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളോട് ഒരു സഹാനുഭൂതി കാണും. പൊതുവെ ഭക്തരുടെ ഗുണം തന്നെ, ഭക്തർക്ക് പ്രധാനപ്പെട്ട കുറേ ഗുണങ്ങളുണ്ട്. അതിലെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദുഃഖ ദുഃഖി എന്നാണ്. മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖം തോന്നുക എന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണമാണ്. മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം വളരെ കഠോരമാണ്. കഠോരമായിട്ടുള്ള ഹൃദയത്തിൽ ഭഗവത് കാര്യങ്ങൾ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വ്യാസമഹർഷിക്ക് സാധാരണ ഒരു വ്യക്തിയല്ല, ഭഗവാന്റെ തന്നെ അവതാരമാണ്. അത് സാക്ഷാൽ ഭഗവാനാണ്. അത് കൂടാതെ വ്യാസമഹർഷി ഇത് അങ്ങോട്ട് ഇവിടുന്ന് മാറ്റാം, ഇത് അങ്ങോട്ട് ഒതുക്കിയാൽ അവിടെ താഴേക്കിട്ട് അവിടെയോ അല്ലെങ്കിൽ അവിടെ അതെ. അപ്പോൾ വ്യാസമഹർഷി ഭാഗവതം എഴുതുകയാണ്. അതിനു മുമ്പേ അദ്ദേഹം പല ഗ്രന്ഥങ്ങളും എഴുതി.
വേദങ്ങളെ 4ആയിട്ട് തിരിച്ചു, ഉപനിഷത്തുകൾ, പുരാണങ്ങളൊക്കെ എഴുതി. പക്ഷെ അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നില്ല. അതൃപ്തിയുടെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അന്നേരം അംശമായതുകൊണ്ട് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തൃപ്തി വരൂ. കാരണം അതിനു വേണ്ടിയുള്ളവരാണ് നമ്മൾ. ശാരീരികപരമായിട്ട് നമ്മൾ പല ഉപാധികളും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ എത്രത്തോളം കാലം നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നില്ല, അതുവരെ നമുക്കൊരു തൃപ്തി ലഭിക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് നമ്മുടെ കഴിവിൻ്റെ ഒരു കുറച്ചെങ്കിലും ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി വരും, അല്ലേ? അപ്പോൾ വ്യാസമഹർഷിക്ക് അതൃപ്തിയുടെ കാരണം അദ്ദേഹം പല പല വേദങ്ങളുടെയും ഉപനിഷത്തുകളും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഭഗവാനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതായത് നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം. അന്നേരം വ്യാസമഹർഷിയുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ എഴുതുക, ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുക എന്നതായിരുന്നു. അന്നേരം ആ ഒരു കഴിവിനെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. അപ്പോൾ വേദങ്ങളിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ വ്യക്തിത്വം, യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ആരാണ് എന്നുള്ള രീതിയിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഭക്തി മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഭക്തരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഭക്തരുടെ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. അന്നേരം ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ശ്രീമദ് ഭാഗവതം. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 സ്കന്ധങ്ങൾ അടങ്ങിയ അത് മാത്രമാണ് ഭാഗവതം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തപ്പോൾ 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭാഗവതം. എന്നിട്ട് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തപ്പം ആ ഭാഗവതം കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞു. ഇനി അതേ നാരദ മഹർഷി വ്യാസ മഹർഷിക്ക് പറഞ്ഞപ്പോൾ ഇനിയും വിശദീകരിച്ചു കൊടുത്തു. അതിൽ നാരദ മഹർഷി സ്വന്തം കഥയും കൂടെ പറയുകയാണ്, സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തനായിട്ട് മാറിയതെന്നൊക്കെ പറയുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശ്രീമദ് ഭാഗവതം. വളരെ പ്രാക്ടിക്കലാണ്. എവല്യൂഷൻ ഓഫ് എ ഡിവോട്ടി, ഒരു വ്യക്തിയുടെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി, ആധ്യാത്മിക പുരോഗതി, ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവോൾവ് ആവുന്നത് എങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തി എങ്ങനെ മാറുന്നു ഭക്തിയിലൂടെ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ശ്രീമദ് ഭാഗവതത്തിലൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യാസമഹർഷി അതൃപ്തനായിരുന്നു. അപ്പോഴാണ് അവിടെ നാരദ മഹർഷി വരുന്നത്. ഇവിടെയാണ് ഒരു ഗുരുവിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു വഴികാട്ടി വേണം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പലതും ചെയ്യുമ്പോഴും നമുക്ക് ഒരു തൃപ്തി വരത്തില്ല. അന്നേരം ഇവിടെ അത് തന്നെയാണ് നാരദ മഹർഷി വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങ് വേണ്ടവോളം ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുകൂടാതെ ആ ഭക്തിയുടെ മേന്മ എന്താണ്, മഹത്തായിട്ടുള്ള ആ ഭക്തി എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല. അന്നേരം അങ്ങനെയുള്ള ദിവ്യഗ്രന്ഥങ്ങൾ, എങ്ങനെയുള്ള ദിവ്യഗ്രന്ഥങ്ങൾ ഭഗവാന്റെ മേന്മ പറയുന്നത് ഭഗവത് ഭക്തിയെ ഉയർത്തി കാണിക്കുന്നു. ഉയർത്തി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉയർത്തി കാണിച്ചില്ലെങ്കിൽ അത് താഴ്ന്നതാണ് എന്നാണോ? അല്ല. എന്താണോ ഏറ്റവും അമൂല്യമായിട്ടുള്ളത്, ഏറ്റവും ഉയർന്നത്, അത് അതേപോലെ തന്നെ വ്യക്തമാക്കണം. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പല പ്രാവശ്യം സത്സംഗത്തിൽ നൽകുന്നതാണ്. ഇന്നത്തെ സിനിമ ഫീൽഡ് അല്ലേ, പൊതുവേ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്. മീഡിയയുടെ ഉദ്ദേശം തന്നെ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ, ഒരു മീഡിയം, ഏതെങ്കിലും ഒരു രീതിയിൽ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണല്ലോ മീഡിയയുടെ ഉദ്ദേശം. അന്നേരം പണ്ട് കാലങ്ങളിൽ ഗുരു പരമ്പരയിലൂടെയായിരുന്നു ആ മീഡിയ വരുന്നത്. അതായത് ഗുരു ശിഷ്യർക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു. അത് ആ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ശിഷ്യർ അത്രത്തോളം ഗുരുവിനെ ആശ്രയിച്ചും ഗുരുവിൽ വിശ്വസിച്ചും ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു പ്രാവശ്യം ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ സാക്ഷാത്കാരങ്ങളും കിട്ടുമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് വർഷങ്ങളോളം ശാസ്ത്രം പഠിച്ചാൽ കിട്ടുന്ന സാക്ഷാത്കാരം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ
ശിഷ്യർ കേൾക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ അത് ലഭിക്കുമായിരുന്നു എന്നാലോചിച്ച് വേണം. പിന്നെ കലിയുഗം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ അനർത്ഥങ്ങൾ ആൾക്കാരുടെ ഉള്ളിൽ വർദ്ധിച്ചു. അത്രത്തോളം പുണ്യം കുറഞ്ഞ വ്യക്തികളാണ് നമ്മളെല്ലാവരും. അതിന് ഒറ്റ പ്രാവശ്യം കേട്ട് മനസ്സിലാക്കത്തക്കവണ്ണം ആ ഒരു ബോധം നമ്മുടെ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് വ്യാസമഹർഷി എന്ത് ചെയ്തു? ഗ്രന്ഥങ്ങൾ എഴുതി. ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും അത് പഠിക്കാമല്ലോ, റിപ്പീറ്റ് ചെയ്ത്. പിന്നെ അത് വീണ്ടും വീണ്ടും പല ആചാര്യന്മാരും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേദഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ പുസ്തകം വലിയൊരു വിപ്ലവത്തെ സൃഷ്ടിച്ചു, അല്ലേ? നമ്മളെല്ലാവരും പല പല പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മുടെ സത്സംഗമെല്ലാം അതിനെ ബേസ് ചെയ്താണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വായനാശീലം വളരെ കുറവാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മൊബൈലിലൊക്കെയാണ്, യൂട്യൂബും ഫേസ്ബുക്കും അങ്ങനെയൊക്കെയാണ്. അന്നേരം അങ്ങനെ മീഡിയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഏത് മീഡിയം യൂസ് ചെയ്യുകയാണെങ്കിലും ആ മീഡിയമിലൂടെ ഭഗവാന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള ഭഗവാനെക്കുറിച്ചും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ പരിശുദ്ധ ഭക്തിയെക്കുറിച്ചും വർണ്ണിക്കുന്ന അറിവുകൾ അത് വ്യക്തികളുടെ ഹൃദയത്തിൽ വലിയൊരു വിപ്ലവത്തെ സൃഷ്ടിക്കുന്നു. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു മാറ്റം, അല്ലേ? അതായത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പണ്ടത്തെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നത്, ഒരു ഭരണാധികാരി വളരെ പ്രജകളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നു, ഒരുപാട് ദ്രോഹിക്കുന്നു. അതിനെതിരെ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. ഏറ്റവും വലിയ വിപ്ലവകാരി ഭഗവാൻ തന്നെയാണ്. യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് എപ്പോഴൊക്കെ ഗ്ലാനി വരുന്നുവോ അപ്പോൾ ഭഗവാൻ അവതരിക്കും, മറ്റൊരാൾക്ക് പ്രചോദനം നൽകും, അതിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കപ്പെടും. അതായത് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നാരദ മഹർഷി പറയുന്നു. ഏത് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ? അത് ഭഗവാനും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചും പറയുന്ന ഗ്രന്ഥങ്ങൾ. ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയെക്കുറിച്ചും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഭക്തിയെക്കുറിച്ചാണ്. നമുക്ക് അറിവുകളല്ല ലഭിക്കേണ്ടത്. നമുക്ക് സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ കലിയുഗത്തിൽ ഏറ്റവും ഉത്തമം ഭക്തിയാണ്. എല്ലാ യുഗങ്ങളിലും ഭക്തിയാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ഭക്തരിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയിലേക്ക് എത്താൻ കഴിയൂ. പക്ഷെ കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും പരമോന്നതമായിട്ടുള്ള, അതിതീവ്രമായിട്ടുള്ള ഈ ഒരു മാർഗം തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ജ്ഞാനമാർഗമോ അഷ്ടാംഗയോഗ മാർഗമോ കർമ്മയോഗമോ ഒന്നും കലിയുഗത്തിൽ പ്രാവർത്തികമല്ല. അതൊക്കെ ഭക്തിയുടെ അടിത്തറകളാണെങ്കിൽ പോലും ഭക്തി ഡയറക്റ്റ്ലി ഒരു ഭക്തി വരുമ്പോൾ നമ്മൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം അതെല്ലാം അതിൽ ഉൾപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഭക്തി മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും മറ്റുള്ളവരോട് ഭഗവാനെക്കുറിച്ച് പറയുകയും ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുകയും ഉപജീവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം മാത്രം ചെയ്യുക. അത്യാഗ്രഹത്തോടു കൂടി ജീവിക്കാതിരിക്കുക. കാമക്രോധ മോഹലോഭ മതമത്സരാദികളൊക്കെ നിയന്ത്രിച്ച് ഭഗവാന്റെ തിരുനാമം ജപിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കെല്ലാം ശാന്തി, സമാധാനവും സന്തോഷവും ലഭിക്കും. ഒപ്പം തന്നെ ജീവിതാന്ത്യ വേളയിൽ ഭഗവാന്റെ അടുത്ത് എത്താനും കഴിയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാരദ മഹർഷിയായിട്ടുള്ള ആ സംവാദത്തിലൂടെ നാരദ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വ്യാസമഹർഷിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ശരിയാണ്, ഞാൻ ഭഗവാനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ അതൃപ്തിയുടെ കാരണം. ഇതിന് ശേഷമാണ് വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം എഴുതിയതിനും അപ്പുറത്തായിട്ടുള്ള ഒരു പരമോന്നത അറിവാണ് അവിടെ എഴുതുന്നത്. അതായത് പൊതുവെ ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി രചിച്ച ഏറ്റവും ഫൈനലായിട്ടുള്ള
ഒരു റിസർച്ച് പേപ്പർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അവിടെ ആഡ് ആവുകയാണ്. എന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിനിമാ നടൻ അഭിനയിക്കുന്ന അവസാനത്തെ സിനിമ, അതായത് ഇത്രയും വർഷത്തെ അഭിനയ എക്സ്പീരിയൻസും അതെല്ലാം അതിനകത്തുണ്ട് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ശ്രീമദ് ഭാഗവതം പഠിക്കുകയാണെങ്കിൽ വേറൊരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതം അൾട്ടിമേറ്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനേറെ പറയുന്നു, ഭഗവത്ഗീതയെക്കാട്ടി അടുത്ത ലെവലാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവത്തെ പോലെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഗ്രന്ഥമില്ല. ഭഗവത്ഗീതയിലൂടെ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പഠിക്കാതെ ഭാഗവതം മനസ്സിലാകത്തുമില്ല. പൊതുവെ ആചാര്യന്മാർ പറയുന്നത് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷനും ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഭാഗവതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഭാഗവത പാരായണം മാത്രം പോരാ, വളരെ ഡീപ്പായിട്ട് നമ്മൾ ഭാഗവത്തെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഗീതാ ചക്രവ്യൂഹം പോലെ നമുക്ക് ഭാഗവത സ്റ്റഡി നമുക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. കാരണം നമ്മൾ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ശ്ലോകങ്ങളായിട്ട് പോകുമ്പോൾ നമ്മളത് കവർ ചെയ്യാൻ തന്നെ നല്ല ടഫായിരിക്കും. പക്ഷേ ഇങ്ങനെ ഓവർവ്യൂ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാൻ പറ്റും. അതായത് കോളേജിലും സ്കൂളിലും എങ്ങനെയാണോ ടീച്ചർ ഒരു ഓവർവ്യൂ നൽകുന്നത്, എന്നിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ ഈ ചർച്ചയിലൂടെ ഒരു ഗൈഡൻസ് കിട്ടുവാണ്. ശ്രീമദ് ഭാഗവത്തിലെ ആശയങ്ങൾ എന്താണ്, ഇത് അടിസ്ഥാന തത്വങ്ങൾ എന്താണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഭാഗവതം മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം? ഇതുവരെയുള്ള ക്ലാസ്സുകൾ, ഭാഗവത തത്വങ്ങളെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടോ? നിങ്ങൾക്ക് കമൻസിലിടാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാസമഹർഷി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ അതിലെന്തെങ്കിലും അപക്വതയുണ്ടെങ്കിലും അത് ഭൗതിക ശാസ്ത്രങ്ങളെക്കാട്ടിയും ഏറ്റവും പരമോന്നതമാണ്. അതായത് രണ്ട് ശാസ്ത്രങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടത്, അത്രയേ ഉള്ളൂ. ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണൻ വരണം. കൃഷ്ണൻ അവിടെ വന്നില്ല എങ്കിൽ അത് ആധ്യാത്മികമാകുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ശരീരമല്ലല്ലോ, നമ്മൾ ആത്മാവാണ്. ഈ ആത്മാവിന് ഗുരുവായൂരപ്പനുമായിട്ട് ഒരു ശാശ്വത ബന്ധമുണ്ട്, എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം. അന്നേരം ആ ബന്ധത്തെ തിരിച്ചറിയാനും ആ ബന്ധത്തെ തുടരാനും ഉള്ള ഒരു അവസരം ലഭിക്കത്തക്കവണ്ണമുള്ള അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥം. ഭഗവാനുമായിട്ടുള്ള ആ ശാശ്വത ബന്ധത്തെ റിവൈവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം. അതിനെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ആധ്യാത്മിക വിദ്യ, അതീന്ദ്രിയജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാത്തതൊന്നിനെ ആധ്യാത്മികം എന്ന് പറയാൻ കഴിയും. പക്ഷേ ഭഗവാനെക്കുറിച്ച് ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിലും അതെല്ലാം കൃഷ്ണനുമായിട്ട് കണക്റ്റ് ആയതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആരാണെന്ന് നമ്മൾ കുറച്ചെങ്കിലും അനുഭവത്തിലൂടെ പഠിച്ചിരിക്കണം. അതായത് ഞാൻ ഈ ശരീരമല്ല എന്ന ചെറുതായിട്ടെങ്കിലും ഒരു തിരിച്ചറിവുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു കുറച്ച് ഭക്തർ പറഞ്ഞു, സത്സംഗം പറഞ്ഞു, താങ്ക് യു പ്രഭുജി, എല്ലാ മാതാജി താങ്ക് യു ഒരുപാട് നന്ദി, എൻ്റെ കർത്തവ്യമാണല്ലോ. പിന്നെ സഞ്ജയ് പ്രഭുജി പറയുന്നു, ഈ പറഞ്ഞു തരുന്ന പോലെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം. തീർച്ചയായിട്ടും അത് ഒരു പ്ലാനിലുണ്ട്. ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലും ഭാഗവത തത്വങ്ങൾ എന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരു പ്ലാനുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിന്. ഓക്കെ, ഇപ്പം ഗീതാ ചക്രവ്യൂഹം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ ഭാഗവത തത്വങ്ങളും ഭാഗവതത്തിൻ്റെ ഓവർവ്യൂ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം. അപ്പോൾ
ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ, അന്നേരം ഏറ്റവും എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഭഗവാൻ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണും. അതായത് സംബന്ധ, ആഭിധേയ, പ്രയോജനം, ഇതാണ് അടിസ്ഥാനം ഏതൊരു ഗ്രന്ഥത്തിൻ്റെയും. സംബന്ധ, ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ബന്ധത്തെ റിവൈവ് ചെയ്യാൻ, അതായത് ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആ ബന്ധത്തെ വീണ്ടും പുനർജാഗൃതമാക്കാനുള്ള പ്രക്രിയ എന്താണ്, എന്നിട്ട് ആ പ്രക്രിയയുടെ ഒടുവിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം. മനസ്സിലായില്ലേ? സംബന്ധ, ആഭിധേയ, പ്രയോജനം, ഇതാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് വേദങ്ങളിൽ ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിലും ഇതാണ് അതിൻ്റെ ഒരു ബേസിക്സ്. ഇപ്പോൾ ഭഗവാനെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും നീ ശരീരമല്ല, നീ ആത്മാവെന്ന് പറയുമ്പോൾ അത് ഭഗവാനിലേക്ക് ഗൈഡ് ചെയ്യുന്നതാണ്. കാരണം അവിടെ നിന്നാണല്ലോ ഭഗവാനായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവത്ഗീത നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്നു. നീ ശരീരമല്ല, നീ ആത്മാവാണെന്ന് ഭഗവാൻ പറയുന്നു. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഭഗവത്ഗീത. അതേപോലെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എവറിഥിങ് ഈസ് റിവോൾവിങ് അറൌണ്ട് ദ സുപ്രീം ലോർഡ് കൃഷ്ണ. അതായത് നേരെ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഏതെങ്കിലും രീതിയിൽ അത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഇപ്പോൾ വ്യാസമഹർഷിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാം എഴുതി, പക്ഷെ ഫൈനൽ പോയിന്റ് കൺക്ലൂഡ് ചെയ്തില്ല. ആ കൺക്ലൂഷനാണ് ശ്രീമദ് ഭാഗവതം. ആ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ കൃഷ്ണനാണ് എല്ലാവിധ ആധ്യാത്മിക പഠനത്തിൻ്റെയും പരമോന്നത ലക്ഷ്യം, പരമസ്ഥാനം. അവിടെ എത്തിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാരദ മഹർഷി ഒരു കാര്യം വ്യാസമഹർഷിയോട് പറയുന്നു. വ്യാസമഹർഷി ഭൗതിക ഗ്രന്ഥങ്ങൾ, അതായത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയാത്ത ഗ്രന്ഥങ്ങൾ, അത് ഭാഷ അലങ്കാരങ്ങൾ ഒക്കെ ഉപയോഗിച്ച് അതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ടെങ്കിലും, അതായത് ആ സാഹിത്യം, ആ ഗ്രന്ഥത്തിൽ സാഹിത്യം വളരെ നന്നായിട്ടുണ്ട്. അത് ഇത്രയും മനോഹരമായിട്ടുള്ള സാഹിത്യം അതിൽ വേറെ എങ്ങും കാണാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിൽ ഭഗവാനെക്കുറിച്ചോ ഭക്തിയെക്കുറിച്ചോ ഇല്ല എങ്കിൽ ആ ഗ്രന്ഥം ഒരു ഉപയോഗമില്ല എന്നാണ് പറയുന്നത്. ഇനി അതേ സമയത്ത് ഭാഷാ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സാഹിത്യം ഒന്നുമില്ല, പിന്നെ അത്രത്തോളം സാഹിത്യപരമായിട്ട് നോക്കുമ്പോൾ അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് തോന്നത്തില്ല എങ്കിലും, ഒരുപാട് പോരായ്മകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, അത് ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചോ ആണെങ്കിൽ, ഭക്തരെക്കുറിച്ചോ ആണെങ്കിൽ അത് ഏറ്റവും ഉന്നതമാണെന്ന് പറയുന്നു. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അല്ലേ? യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ധാരാളം വീഡിയോസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിനെല്ലാം മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് കാണും. ഒരുപാട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാർ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? പക്ഷെ എന്നാലും അതൊന്നും ഭഗവാനെക്കുറിച്ചല്ല പറയുന്നതെങ്കിൽ, ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചല്ല പറയുന്നതെങ്കിൽ, ആ വീഡിയോ കാണാൻ വളരെ നന്നായിരിക്കും, വളരെ എഫക്ട്സ് യൂസ് ചെയ്യും, വളരെ ഏറ്റവും നല്ല ക്യാമറ യൂസ് ചെയ്യും, ഏറ്റവും നല്ല മൈക്ക് യൂസ് ചെയ്യും, സംസാരത്തിലും നമുക്ക് കേട്ടിരിക്കത്തക്കവണ്ണം വളരെ മനോഹരമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ കാണും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അത് ഭഗവാനെ കുറിച്ചല്ല എങ്കിൽ, അത് ഭഗവാനായിട്ടൊരു ബന്ധമില്ലാത്തതാണെങ്കിൽ അതൊരിക്കലും അത്ര ഉപയോഗപ്രദമല്ല എന്നാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ വന്നാലും ആ സിനിമ ഭഗവാനെക്കുറിച്ചോ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചോ അല്ല എങ്കിൽ എല്ലാം വേസ്റ്റാണ്. പക്ഷെ അതേ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങൾ,
ഭൗതികപരമായിട്ട് അത്രത്തോളം പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭഗവാന്റെ ഭക്തിയും ഭക്തരുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഭൗതികമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ. എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ അല്ലേ? അതായത് ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട് സമൂഹത്തിൽ, പക്ഷെ അതിലൊന്നും ഭഗവാനെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ ആ രചന വളരെ ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. പക്ഷെ അതേ സമയത്ത് അത്രത്തോളം സാഹിത്യമൊന്നും അറിയുന്നില്ലെങ്കിലും, അതിലൊന്നും അത്രത്തോളം സാഹിത്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നില്ല എങ്കിലും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മനോഹരമാണ്. ഇനി സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംഗീതത്തിലെ ഒരുപാട് സംഗതികൾ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു പെർഫോമൻസിനെ കാട്ടിയും ഭഗവാന്റെ തിരുനാമം ജപിക്കപ്പെടുന്ന ആ കീർത്തനം അത് ഏറ്റവും മനോഹരമായിരിക്കും. അതായത് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പരമോന്നത ലക്ഷ്യം അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹത്തിലേക്ക് എത്താൻ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും അത് ഏറ്റവും മനോഹരമായിരിക്കും. പക്ഷെ ഭൗതികമായിട്ട് ഏത് രീതിയിലുള്ള പെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും അത് ഭഗവാനുമായിട്ട് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. അന്നേരം യഥാർത്ഥത്തിൽ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലേക്ക് പ്രത്യേകത എന്താണ്? ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മുടെ ബോധത്തെ ഉയർത്തും, എന്നിട്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പ്രത്യേകത. നമ്മുടെ ബോധം താഴ്ന്നിരിക്കുമ്പോൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതെല്ലാം ആഗ്രഹിക്കും, ആഗ്രഹിക്കാൻ പാടുള്ള കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് താല്പര്യം കാണത്തില്ല എന്നുള്ളത്. ഏത് കാര്യത്തെക്കുറിച്ചായിരിക്കണോ നമുക്ക് ആഗ്രഹം വേണ്ടുന്നത് അതിൽ തീരെ താല്പര്യം കാണത്തില്ല. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മുടെ ബോധത്തെ ഉയർത്തുകയും അതുകൂടാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും കൂടി ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഭൗതിക ശാസ്ത്രങ്ങൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത ഗ്രന്ഥങ്ങൾ, അതെന്തായിരിക്കും? നമ്മുടെ ചിന്തകളെ കൂടുതൽ കൂടുതൽ അധപ്പതിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ നമ്മൾ താഴ്ന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോധം താഴ്ന്നു പോകും. എന്നിട്ട് കൂടുതൽ പാപകർമ്മങ്ങളിലേക്ക് ഏർപ്പെടാൻ നമ്മളെ നിർബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്ര മനോഹരമാണല്ലേ? ആധ്യാത്മിക ശാസ്ത്രവും ഭൗതിക ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതും ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചും പരാമർശിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളൊക്കെ എഴുതിയ വ്യാസമഹർഷിക്ക് അതൃപ്തിയാണെങ്കിൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളെയും കുറിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് അതൃപ്തിയെ നൽകൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വേദ ഉപനിഷത്ത് പുരാണങ്ങളൊക്കെ അതൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും, ഭഗവാനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ശ്രീമദ് ഭാഗവത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യാസമഹർഷി മഹാഭാരതം എഴുതിയിട്ടിരിക്കുകയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഗീതയും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശ്രീമദ് ഭാഗവതം എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭാഗവത്തിലെ വിഷയം, കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ജേർണിയാണ്. അതായത് ഒന്നും അറിയാത്തൊരു വ്യക്തിയെ ഭഗവാനിലേക്കൊരു കണക്ഷൻ എത്തിക്കുക എന്നതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. ഭഗവത്ഗീത പഠിച്ചിട്ടേ ഭാഗവതം മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം ഭഗവാനായിരിക്കണം എന്നൊരു വിഷയത്തിലേക്കാണ് അവിടെ പോകുന്നത്. പക്ഷേ മിക്ക ആൾക്കാരും ഗീത പഠിക്കുമ്പോൾ ആ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് പകരം ഇങ്ങനെ കറങ്ങി കിടക്കും. അത് പറയാം, ആ കർമ്മയോഗമാണ് ഇമ്പോർട്ടൻ്റ്, ആ ജ്ഞാനയോഗം, ധ്യാനയോഗം, ഇങ്ങനെ കറങ്ങി കിടക്കും. അതിലൂടെ 18ാമത്തെ അധ്യായത്തിലെ കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല. സർവധർമാൻ പരിത്യജ്യ മന്മനാഭവ മദ്ഭക്തോ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അവർ മറ്റു വിഷയങ്ങളിൽ ഇങ്ങനെ അതുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ ഒരു ഭാഗവത്തിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അന്നേരം ഭഗവത്ഗീതയിലൂടെ നമ്മൾ ആരെയാണ് മനസ്സിലാക്കേണ്ടത്
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ അറിയാനുള്ള അടുത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബോധത്തെ ഉയർത്തും. ബോധം എന്താണ്? ഈ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രവണതയാണെന്ന് ശ്രീല പ്രഭുപാദ് ജി പറയുന്നു. കോൺഷ്യസ്നെസ് ഈസ് ദ സിംറ്റം ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ ഒരു ലക്ഷണമാണ്, ആത്മാവുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ബോധം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ പ്രവണതയ്ക്കനുസരിച്ചാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ സംസാരം, പ്രവൃത്തി. ഇത് ഞാൻ പല പ്രാവശ്യം സത്സംഗത്തിൽ പറഞ്ഞതാണ്. ബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അന്നേരം താഴ്ന്ന ബോധത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഉയർന്ന് ആഗ്രഹിക്കാൻ കഴിയില്ല. താഴ്ന്ന ആഗ്രഹങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വരും. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയുടെ ചിന്തകളും അധപ്പതിച്ച ചിന്തകളായിരിക്കും. അങ്ങനെ അധപ്പതിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതേ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, അതേ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അന്നേരം നമ്മൾ നമ്മുടെ ബോധത്തെ പിടിച്ചു നിർത്താൻ, ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന ശ്രീമദ് ഭാഗവതമാണ്. ഭാഗവതം ഒഴികെ നമ്മൾ ഏത് ദിശയിലേക്ക് പോയാലും അത് നമ്മുടെ ബോധത്തെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അന്നേരം റെഗുലർലി ഭാഗവതം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ബോധം ഉയർന്നു നിൽക്കും. ബോധം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉയർന്ന ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ ഭക്തിയിലില്ലാത്തവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഭക്തർ എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭക്തർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരല്ല ഭക്തർ. അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം ഭക്തർ അമ്പലത്തിൽ പോകുന്നില്ല എന്നുമല്ല, അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രം ആരും ഭക്തരാവുന്നില്ല, കുറിയിട്ടത് കൊണ്ട് മാത്രം ഭക്തരാവുന്നില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അന്യാഭിലാഷതാശൂന്യം, വേറൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ, മറ്റൊരു ഉപാധികളും ഇല്ലാതെ ഭഗവാനെ ഹൃദയാംഗതമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ. അത് അവരുടെ ജീവിതത്തിലെ ത്യാഗത്തിലൂടെ ഭഗവാന് വേണ്ടി എത്രത്തോളം ത്യാഗം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി എത്രത്തോളം അവർ ത്യാഗം ചെയ്യുന്നു, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് സന്യാസിയോ ബ്രഹ്മചര്യോ മാത്രമല്ല, ഗൃഹസ്ഥരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും വൃദ്ധാവസ്ഥയിലിരിക്കുന്നവരാണെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ എത്രത്തോളം ത്യാഗം ചെയ്യുന്നു എന്നാണ്. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻ മാത്രമല്ല, നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം ഭഗവാന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് പൊതുവേ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വഴിപാട്, ഒരു കച്ചവടം പോലെ ചെയ്യുന്നു. അതിനെയും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ എത്രത്തോളം ഭഗവാനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഭഗവാന് വേണ്ടി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു, അതിനെയാണ് ഭക്തി എന്ന്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഭക്തി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇമോഷൻസിന് മാത്രമാണ് പ്രാധാന്യത കൊടുക്കുന്നത്. പക്ഷേ ഭക്തി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇമോഷൻസ്, ഇറ്റ്സ് അബൌട്ട് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ്. അന്നേരം നമുക്ക് ഒരു വ്യക്തിയോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അത് കാണിക്കും, കണ്ടിരിക്കും, അത് വന്നിരിക്കും എന്നുള്ള. പക്ഷേ നമ്മൾ ഇമോഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അത് ആക്ഷൻസിലേക്ക് എത്തുന്നില്ല എങ്കിൽ അത് ശരിയല്ല. ഇനി ആക്ഷൻസ് ചെയ്തുകൊണ്ട് ഇമോഷൻസിലേക്ക് എത്തും, അതാണ് ഭക്തി. എങ്ങനെ? അതിനെയാണ് സാധനാഭക്തി, രാഗാനുഗ ഭക്തി എന്നുള്ള ആ രണ്ട് ഡിഫറൻസ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? രാഗാനുഗ ഭക്തിയിലേക്ക് ഉയർന്നൊരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന് പറയും. ഈ സ്പോണ്ടേനിയസ് ഇമോഷൻസിൻ്റെ അർത്ഥം എന്താ? സ്വമേധയാ ഒരു ഭഗവാനോടുള്ള ഒരു രതി, ഒരു അനുരാഗം, ഒരു സ്നേഹം, ഭഗവാനോടൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് സ്വമേധയാ കാണും. അന്നേരം ഇപ്പോൾ ചിലപ്പം വിചാരിക്കും എല്ലാവരും, മിക്ക ആൾക്കും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടം ഉള്ളിന്നുണ്ട്. അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ പ്രവൃത്തിയിൽ അത്രത്തോളം ഉണ്ടോ എന്ന്.
ഉള്ളിലുണ്ട്. ഉള്ളിൽ ആർക്കാ ഇല്ലാത്തത്? കാരണം നമ്മളെല്ലാവരും വരുന്നത് അതേ ഭഗവാന്റെ ലോകത്തിൽ നിന്നല്ലേ. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും കൃഷ്ണഭക്തി, ഭഗവാനോടുള്ള ഇമോഷൻസ് ബീജാവസ്ഥയിലുണ്ട്. പക്ഷേ അതിനെ വളരാനുള്ള സാഹചര്യം അനുവദിക്കുമ്പോഴാണ് അത് പുറത്തു വരുന്നത്. അത് പുറത്തേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്, ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയിൽ കാണിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാനോട് ആ ഒരു ഭക്തിയുള്ള ഭക്തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിലൂടെ ഉള്ളിൽ ഭക്തി വർദ്ധിക്കുന്നു. ഇത് എത്ര പേർക്ക് മനസ്സിലായി? കമൻസിലിടൂ. അന്നേരം സ്വമേധയാ ഭഗവാനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഡീപ്പ് ഇമോഷൻസ് ഭഗവാനോട് ഇല്ലാത്തതുകൊണ്ട് ആ ഡീപ്പ് ഇമോഷൻസ് ഉള്ള ഭക്തന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് കാലക്രമേണ ജാഗൃതമായിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു ഭക്തിയാണ് പരിശീലിച്ചുകൊണ്ട്. നമ്മൾ രാഗാനുഗ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ സാധനാ ഭക്തിയിലാണ്. അതിൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ജപിക്കുന്നു, ഭക്തന്റെ നിർദ്ദേശപ്രകാരം സേവനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്തു പറ്റും? ആ ഭക്തന് ഭഗവാനോടൊരു ഇമോഷൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭഗവാനോട് ഈ ത്യാഗങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്കും ഒരു വഴി തുറന്നു തരുന്നു. ഓക്കെ, ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ എന്ത് പറ്റും? അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ആ ഭക്തി വളരുന്നതായിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് നമ്മുടെ ലക്ഷ്യം ഇതിലൂടെ എന്താണ്? ഉള്ളിലെ ഭക്തിയെ ജാഗൃതമാക്കുക എന്നതാണ്. ഉള്ളിലെ ഇമോഷൻസ്, ഭഗവാനോടുള്ള ഡീപ്പ് ഇമോഷൻ, അത് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. അതായത് സത്സംഗത്തിൽ വന്നതിന് ശേഷം അല്ലേ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ട് തോന്നില്ലേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ ഒരു ഗുരു പരമ്പര ഫോളോ ചെയ്യുന്നുണ്ടാണ്. അങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ഇമോഷൻസ് വരും. പക്ഷെ ഇപ്പോൾ ആ ഇമോഷൻസ് ഇല്ല എന്നാണോ? ഇപ്പോൾ ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ആ ഇമോഷൻസ് മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ആ മിക്സ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ആ ഇമോഷൻസിൻ്റെ ഒബ്ജക്റ്റ് അത് ഭഗവാൻ മാത്രമല്ല. അതായത് ആ ഭാവത്തിൻ്റെ വിഷയം ഭഗവാൻ മാത്രമല്ല, പല പല വിഷയങ്ങളുണ്ട്. അതിനോടൊപ്പം ഭഗവാനെയും കൂടെ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അത് ഭഗവാനിൽ മാത്രമായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ പൊതുവേ ഒരു സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ സിനിമയുടെ ക്ലൈമാക്സിൽ വില്ലൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു നായകൻ്റെ മുമ്പിൽ. എന്നിട്ട് ആ ഒരു കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ പാവം കരച്ചിൽ. ആര് കരഞ്ഞാലും ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദുഃഖം കാണുമ്പോൾ, മറ്റൊരാൾ കരയുന്ന കാണുമ്പോൾ ഒരിക്കലും അത് സന്തോഷിക്കാൻ വകയില്ല. അന്നേരം ആ വ്യക്തി കരയുന്നു എന്നതിൻ്റെ പേരിൽ ആ വ്യക്തി പാവമാണെന്നാണോ? ഒരിക്കലും. എന്തിനായിരിക്കും കരയുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഏറ്റവും വലിയ ദുഷ്ടന്മാർ പോലും കരയും ചിലപ്പോൾ. കംസനും കരഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ യഥാർത്ഥ കരച്ചിലും ആയിരിക്കാം. പക്ഷെ ആ യഥാർത്ഥ കരച്ചിലിൻ്റെ പുറകിലുള്ള ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് കരച്ചിലിന് പല പല വെർഷൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈഗോ കൊണ്ട് കരയും. ഈഗോ കൊണ്ട് എങ്ങനെയാണ് കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരു ദുഃഖം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അസൂയ കൊണ്ടുള്ള കരച്ചിൽ, മറ്റൊരു വ്യക്തി ജയിച്ചതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അസൂയ. അങ്ങനെ പല കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ എക്സ്ട്രീമിൽ നമ്മൾക്കറിയും. പക്ഷെ ആ ഒരു ഇമോഷൻ ഇറ്റ്സ് നോട്ട് കറക്റ്റ് ഇമോഷൻ. പൊതുവെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കരയുമ്പോഴെല്ലാം നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഭക്തരാണെന്ന്. പക്ഷെ ആ ഇമോഷൻസിൻ്റെ ബേസ് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും, സ്വാമിജി കരയുമ്പോൾ ആരെങ്കിലും ചിന്തിക്കും ഇതിൻ്റെ ബേസ് എന്താണ്. ഓക്കെ, ഒരാൾ പറയുന്നു ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ, വൺസിനെ വീക്ക് ഷെയറിങ് ചെയ്യാന്ന്. ഓ ഷുവർ, വിൽ ട്രൈ സംതിങ് കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ, നമ്മൾ വിചാരിക്കും എത്ര നല്ല ഭക്തനല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ വ്യക്തി കരയുന്നത് മറ്റാരെ ദ്രോഹിച്ച് പറ്റിച്ച് എന്തൊക്കെയോ ചെയ്തിട്ടും ആൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടക്കാത്തതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കരയുന്ന. അന്നേരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കരച്ചിൽ പുറമേയുള്ള ഇമോഷൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ആ ഒരു വ്യക്തി എത്രത്തോളം സിൻസിയർ ആണെന്ന്. അത് ഭഗവാനും ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ആ വ്യക്തിക്കും അറിയത്തില്ലെന്നും കൂടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം പൊതുവേ ഒരു രോഗിക്ക് സ്വന്തം രോഗം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ലക്ഷണങ്ങൾ കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ അത്രത്തോളം ആരും ചിന്തിക്കാനാണ്. നമ്മൾ നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് പോലും അധികം ചിന്തിക്കാറില്ല, പിന്നെയല്ലേ ഇമോഷൻസിനെ കുറിച്ച്. സോ നമ്മുടെ ഓരോ ജെസ്റ്റേഴ്സും, ഓരോ പെരുമാറ്റവും, ഓരോ സംസാരവും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് നമ്മൾ അന്വേഷിക്കണം. സത്യം ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ എന്തിനാണ് കരയുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി നാമം ജപിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. അത് മറ്റുള്ളവർ ഞാൻ പാടുന്നത് കേൾക്കുന്നു എന്നതിൻ്റെ സന്തോഷമാണോ? ഭഗവാന്റെ നാമം ജപിച്ച് നൃത്തം ചെയ്യുന്നു, ഓക്കെ, മറ്റുള്ളവർ ഇത് കാണുമ്പോൾ ഞാൻ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നു എന്നതിൻ്റെ പേരിലാണോ? അതോ ഭഗവാന്റെ നാമത്തിൽ മഗ്നരായിട്ട് നൃത്തം ചെയ്യുന്നതാണോ? ഇനി ആ സംഗീതത്തിലും താളത്തിലും ഇഷ്ടമായതുകൊണ്ട് നൃത്തം ചെയ്യുന്നതാണോ? അതുകൊണ്ട് അതായത് ഒന്ന് ആലോചിച്ചു, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഉള്ളെന്ന് പറയുന്നു. അന്നേരം അന്ധകരണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് കാരണം. അന്നേരം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ആധ്യാത്മിക ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ടീച്ച് അസ് ഹൂ വി ആർ, ഇറ്റ് ഷുഡ് മേക്ക് അസ് റിയലൈസ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കണം. അതാണ് റിയൽ ആധ്യാത്മിക അസോസിയേഷൻ, റിയൽ സ്പിരിച്വൽ കണക്ഷൻ. അല്ലാതെ നമ്മൾ പുറമേ പലതൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭക്ത പറയുന്ന അല്ല സ്വാമി മനസ്സിൻ്റെ സംതൃപ്തി അല്ല, നമ്മൾ കൺഫേം ചെയ്യണം എന്നാണ് പറയുന്നത്. നൃത്തം ചെയ്യുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ഡീപ്ലി ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം അതിൻ്റെ അർത്ഥം അതൊന്നും നമ്മളെ സഹായിക്കുന്നില്ലേ, ഭഗവാന്റെ മുമ്പിൽ കരയുന്നത് തെറ്റാണോ എന്ന്? അതൊന്നും തെറ്റല്ല, പക്ഷേ പുരോഗമിക്കണ്ടേ? നമ്മൾ ഒരേ തലത്തിൽ തന്നെ നിന്നാൽ മതിയോ ഭക്തിയിൽ? നമുക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തണ്ടേ? പരീക്ഷയിൽ ഒരു ഇത്രയും മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, നമ്മൾ ഇനിയും സ്കോർ ചെയ്യണ്ടേ? കൂടുതൽ സ്കോർ ചെയ്ത് ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കിട്ടും. ഇപ്പം കിട്ടുന്ന കണക്ഷൻ ഭാഗികമായിട്ടാണ്. അതൊന്നും തെറ്റാണെന്നല്ല. ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും ഉള്ളത് വളരെ നല്ലതാണ്.
ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് അതെന്ത് ചെയ്താലും അത് നല്ലത് തന്നെയാണ്. അതിലൊരിക്കലും നമുക്ക് ദോഷമായിട്ടൊന്നും ഭവിക്കത്തില്ല. പക്ഷേ പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസ് ഇപ്പോൾ ഭഗവാനോട് മാത്രമല്ല, പല പല വ്യക്തികളോടും പല പല വസ്തുക്കളോടും സർവോപരി നമ്മളോടും മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉള്ളത്. നമ്മുടെ ഈ ശരീരത്തോട്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങളോട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വസ്തു നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു വീടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതമാണെങ്കിലും ശരി, അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കും, ഭഗവാന്റെ മുമ്പിൽ കരയും. അത് കിട്ടുമ്പോൾ സന്തോഷിക്കും. അത് ഭക്തിയല്ല, അത് തെറ്റല്ലെങ്കിൽ പോലും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദുഃഖിക്കുന്നു, നടക്കുമ്പോൾ വളരെ സന്തോഷിക്കുന്നു. കുചേലൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴും തിരിച്ചു വന്നപ്പോഴും ഒരേ മനസ്സാണ്. ദാരിദ്ര്യത്തിലിരുന്നപ്പോഴും ആൾക്ക് ദുഃഖമില്ല, എല്ലാം കിട്ടിയപ്പോഴും ആൾക്ക് ദുഃഖമില്ല, സന്തോഷമില്ല. ആൾ ഒരേ മനസ്സോടുകൂടി ഇരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ ആൾക്ക് കൂടുതൽ ടെൻഷൻ കൂടി. ഇത്രയും സൗഭാഗ്യമൊക്കെ എനിക്ക് ലഭിച്ചപ്പോൾ ഇനി ഞാൻ ഭഗവാനെ മറന്നു പോകുമോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുതേ ഭഗവാനെ എന്ന് എന്നും പ്രാർത്ഥിച്ചുള്ളൂ. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ വളരെ കോമൺ സെൻസും ആണ്. അതായത് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ മക്കൾ, എൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നു? നമ്മൾ ഇത്രയും സ്നേഹിക്കുമ്പോൾ തിരിച്ചും അതേ സ്നേഹം വേണം. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് ആ സ്നേഹം. ആ ഒരു സ്നേഹം യഥാർത്ഥ സ്നേഹമായിരിക്കണം. എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചുകൊണ്ട്, എന്നിൽ നിന്ന് അത് പ്രതീക്ഷിച്ചുകൊണ്ട് അത് പിന്നെ സ്നേഹമാകും. ഒരു പ്രതീക്ഷയില്ലാതെ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഇഷ്ടപ്പെടണം. അതാണല്ലോ യഥാർത്ഥ ഇഷ്ടം. അതാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഒരിക്കൽ ഞാൻ തുടക്കകാലത്തിൽ സത്സംഗമൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ഭക്ത അവരുടെ ഫാമിലിയായിട്ട് വന്ന്, എന്നിട്ട് സത്സംഗമൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം ഞാൻ കേൾക്കാറില്ല എന്ന് പറഞ്ഞ്. എന്താ കേൾക്കും തോറും നമുക്ക് തോന്നുന്നു നമുക്കൊന്നും ഭക്തിയൊന്നുമില്ല, ഭഗവാനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് തോന്നുന്നത്. അന്നേരം നമ്മൾ അടുത്താണെന്ന് ചിന്തിച്ചിരുന്നാൽ മതിയോ, അതോ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനായിട്ട് അടുക്കണോ? അല്ലേ? അതല്ലേ ഇമ്പോർട്ടൻ്റ്. യാഥാർത്ഥ്യത്തെ നമുക്ക് അസത്യമാക്കാൻ കഴിയില്ലല്ലോ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമാണ്. അന്നേരം കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം പരമാർത്ഥം, പരമസത്യം എന്താണെന്ന് നമ്മളത് അംഗീകരിച്ചേ പറ്റൂ, അത് സ്വീകരിച്ചേ പറ്റൂ. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അന്നേരം ആ റിയാലിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തരാകുന്നില്ല, സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജപം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജപിക്കുക, ഈ ഒരു ഇമോഷൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജപിക്കുക, പാരായണം ചെയ്യുക, പഠിക്കുക, ഈ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കി. എന്നിട്ട് ഇതിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന റിസോഴ്സസ് കണ്ടുപിടിക്കുക. എങ്ങനെ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഭഗവാനോടുള്ള ഭാവത്തെ ജാഗ്രതമാക്കാം? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സത്സംഗമാണ്. ഭഗവാനെ കുറിച്ച്, ആ ഭക്തിയുടെ പരമോന്നത തലങ്ങളെക്കുറിച്ച് പറഞ്ഞു നൽകുന്ന ആ സത്സംഗങ്ങൾ നമ്മൾ കേൾക്കണം. കേട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ശരിയാണ് ഓക്കെ. അത് ബുദ്ധിപരമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൃദയം കൊണ്ട് ആത്മീയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു അനുഭൂതി കിട്ടും. അതാണ് ഭാഗവതം. ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും ബുദ്ധിയുടെ തലത്തിലാണ് പ്രവേശിക്കുന്നത്. പക്ഷേ ഭാഗവതം ഹൃദയത്തിലാണ്. കാരണം ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്,
ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഹൃദയത്തിൽ സ്പർശിക്കും. അല്ലാത്തതെല്ലാം നമ്മുടെ ചിന്തകളുടെ മേഖലകളിൽ മാത്രം വിഹരിച്ചിട്ട് അങ്ങ് പോകും. മറ്റു ചിന്തകൾ, ശക്തമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അത് പോകും. അല്ലേ, നമ്മുടെ പല ഭക്തരും അടിയനോട് പറയാറുണ്ട്, അതായത് സ്വാമിജി കേൾക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും, പിന്നെ എല്ലാം മറന്നു പോകും. കാരണം എന്താ, അത് ഹൃദയത്തിലോട്ടാക്കിയിട്ടില്ല, മനസ്സിൽ മാത്രം കളിക്കുകയാണ്. അന്നേരം മനസ്സിൽ കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വേറെ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു വിഷയം വരുമ്പോൾ ഈ വിഷയം അങ്ങ് പോകും. അല്ലാതെ പ്രായം കൊണ്ടോ ഇതൊന്നുമല്ല. നമുക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഇമോഷൻസ് ഉള്ളത്, അതായിരിക്കും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്. അല്ലേ, നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം മറക്കുമോ? ഭർത്താവിൻ്റെ കാര്യം മറക്കുമോ? ഭാര്യയുടെ കാര്യം മറക്കുമോ? കുടുംബകാര്യം മറക്കുമോ? എന്തുകൊണ്ട്? അത് ഹൃദയത്തിലാണ്ട് കിടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ സത്സംഗം കേൾക്കുന്ന പല ഭക്തരും ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉടനെ പറയും, സ്വാമിജി മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറയും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അത് ചോദിക്കാൻ തെറ്റൊന്നുമില്ല. അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ, എൻ്റെ പ്രാർത്ഥനയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി കുട്ടികളുടെ ഭൗതികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറണമെന്നാണ്. അല്ലാതെ അവർ ഭക്തരാകണമെന്ന് ആ പ്രതീക്ഷ പോലും ഇല്ലെന്നുള്ളതാണ്. ആഗ്രഹം പോട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും താല്പര്യം. എൻ്റെ മക്കൾ ഭക്തരാവും തോന്നുന്നില്ല. അവർ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ബുദ്ധിമുട്ടില്ലാതെ പോയാൽ മതി. അത് തന്നെ ഒരു സമാധാനമാണ്. ആഗ്രഹം പോലും ഇല്ലെന്നുള്ളതാണ്. നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു വിദ്യാഭ്യാസം, കരിയർ, കുടുംബജീവിതം, കുട്ടികൾ, അവരതുമായിട്ട് തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ്. അതാണ് സ്വാമിജി എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കണം. ഒരു വ്യക്തി, ഒരു ജീവാത്മാവിന്, അത് നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സംസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിലും, മൃഗമാണെങ്കിൽ പോലും, ആ ഒരു ജീവാത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭക്തിയാണ്. അതിൽ പരം ഒരു അനുഗ്രഹം ഈ ലോകത്ത് വേറെയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭക്തിയാണ് ഏറ്റവും പരമോന്നതം. ആ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എത്ര മനോഹരമാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയായിട്ട് നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവും. ആ ഭഗവാൻ കൃഷ്ണനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതല്ലേ നമ്മൾ എല്ലാവർക്കും വേണ്ടി ആഗ്രഹിക്കേണ്ട ഒരേ ഒരു കാര്യം. ആ ഭാഗവതം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കും. ആ ഭാഗവത രസത്തെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ തെറ്റുകൾ ചെയ്യുമോ? തെറ്റുകൾ ചെയ്യുമോ ഇല്ലയോ എന്നത് വിട്ടേരെ. പക്ഷെ ആ വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ ഈ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എത്ര മനോഹരമാണ് ഭാഗവതം. ഈ ഭാഗവതമാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഭാഗവതമാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി കൊടുക്കേണ്ടത്. മറ്റൊന്നുമല്ല അമൂല്യമായിട്ടുള്ളത്. അന്നേരം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അതിന് കൊടുക്കാൻ താല്പര്യമില്ലാത്തത്, അതിൻ്റെ അർത്ഥം അതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലായില്ല എന്നല്ല, നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അമൂല്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കുമോ? നമുക്ക് അമൂല്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യത്തില്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് അത് കൊടുത്തിരിക്കുന്നില്ല. അന്നേരം നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പ്രാധാന്യത ഇത് എത്രത്തോളം അമൂല്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മളിപ്പോഴും ഭക്തിയെ
നമ്മുടെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യണം. പക്ഷേ ഏറ്റവും വലിയ സേഫ്റ്റി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മാത്രമാണ്. ഭഗവാന്റെ നാരായണ സേനയല്ല നമുക്ക് വേണ്ടുന്നത്, ഭഗവാനെയാണ് വേണ്ടത്. ഭഗവാനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അവിടുന്ന് സ്നേഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നമ്മൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്യമതത്തിലും ഇതേ രീതിയിലുള്ള ഭാഷകളൊക്കെ പറയും. ആ ഈശ്വരനെ സ്നേഹിക്കുക, നിങ്ങൾ ആളിനെ മനസ്സിലാക്കുക, അദ്ദേഹം എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, ആ സ്വർഗസ്ഥനായ പിതാവ്. ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലേ? എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഇത് തന്നെയാണ്. ഇമോഷൻസ്. ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുക. നമ്മുടെ യഥാർത്ഥ ബന്ധു അദ്ദേഹമാണ്. എല്ലാ മതത്തിലും ഇത് തന്നെയല്ലേ പറയുന്നത്? അത് തന്നെയാണ് പരമസത്യം. പക്ഷേ നിർഭാഗ്യവശാൽ മറ്റു മതത്തിലുള്ളവർക്ക് അതാരാണെന്ന് അറിഞ്ഞൂടാ. ആരും ഉണ്ട്, അദ്ദേഹം നമ്മളെ സ്നേഹിക്കുന്നു, ഞാനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രത്യേകത, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് അത് ആരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. മറ്റു മതക്കാരെക്കാട്ടിയും ആധ്യാത്മികതയുടെ ഏറ്റവും പരമോന്നത അവസ്ഥയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയും. മറ്റുള്ളവർക്ക് വ്യക്തതയില്ല ആരാണെന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് കിട്ടിയ അമൂല്യമായിട്ടുള്ള ആ അവസരത്തെ നഷ്ടപ്പെടുത്താതെ, താൽക്കാലിക ജീവിതമാണ് ഏറ്റവും പ്രധാനമാണെന്ന് കരുതാതെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണനെ മനസ്സിലാക്കുക, കൃഷ്ണന് വേണ്ടി ജീവിക്കുക, കൃഷ്ണന് വേണ്ടി മരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്താലും അത് കൃഷ്ണന് വേണ്ടിയായിരിക്കണം. നമുക്കിഷ്ടമുള്ളത് ചെയ്തിട്ട് കൃഷ്ണന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു മാഡം പറയുന്നു, മാതാജി പറയുന്നു, ഇഫ് യു ആർ നോട്ട് ഗിവൻ a minute to open our mouth to talk about anything, the ignorant people, they continuously blaming us. That is also our failure, Guruji. No. See, when we are trying our best and when they are not willing to understand, that's their mistake. That's their problem. Then why worry about them? Let them go to their own hell എന്ന് ഞാൻ പറയാം. There are only two ways. Hell or heaven. And through heaven to Goloka. So if somebody is listening attentively what is important and what should be done, they will progress. If not, they will go to hell. I know it is very difficult to accept. See, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ എന്തോന്നും ആവട്ടെ എന്ന് വിചാരിക്കുക, അല്ലാതെ എന്ത് പറയാൻ പറ്റും? അതിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് വി ആർ സോ മച്ച് അറ്റാച്ച്ഡ്, ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് സച്ച് പീപ്പിൾ ടു അസ്, വി വിൽ ഗോ ഓൺ ദെയർ പാത്ത്. അത് ഒരു എന്ത് പറയുന്ന കമ്പാഷൻ അല്ല, അത് ഫുളിഷ്നെസ് ആണ്. റിയൽ കമ്പാഷൻ മീൻസ് നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികളോട് അവരെ വീണ്ടും 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 ഭക്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഗുരു എന്നോടും കാണിച്ചു, പ്രഭുപാദി ഗുരു മഹാരാജിനോട് കാണിച്ചു. അതാണ് റിയൽ കമ്പാഷൻ. ഒരു ബ്ലഡ് റിലേഷനോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക കൺസിസ്റ്റന്റ്ലി. ഈവൻ ദോ ദേ ആർ നോട്ട് ലിസണിങ്, ഈവൻ ദോ ദേ ആർ നോട്ട് ഫോളോയിങ്, still tell them. അതാണ് റിയൽ കമ്പാഷൻ എന്ന് പറയുന്നത്. പക്ഷേ
നമ്മുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയുള്ള എഫേർട്സ് വളരെ കുറവായിരിക്കും. പക്ഷെ അതാണ് ഏറ്റവും വലിയ കമ്പാഷൻ. ഗോപികാഗീതത്തിൽ ശ്രീമതി രാധാറാണി പറയുന്നില്ലേ, ആരാണോ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ആ വ്യക്തിയാണ് ഈ ലോകത്തിന് വേണ്ടി ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നത്. ശ്രീമതി രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യം 100% ഭഗവാനല്ല എങ്കിൽ മറ്റൊരാളെ എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? So we should slowly and gradually make our bhakti pure and topmost priority in our life. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം ഭഗവാൻ കൃഷ്ണൻ. ഇപ്പോൾ അല്ല, അതാണ് സത്യം. കാരണം ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ഒരിക്കലും ദുഃഖിച്ചിരിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുഃഖം കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് ഭക്തിയാണെന്ന്. എന്തിനു വേണ്ടി ദുഃഖിക്കുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ദുഃഖിക്കുന്നു എന്നതല്ല ഇമ്പോർട്ടൻ്റ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ദുഃഖിക്കുന്നു? ഭഗവാന്റെ മുമ്പിൽ കരയുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്കിത് കിട്ടിയില്ല, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, എനിക്ക് ഈ വിഷമങ്ങളുണ്ടായി, എനിക്കതുണ്ടായി, അതോർത്താണ് നമ്മൾ കരയുന്നത്. പക്ഷേ എനിക്കെന്തുകൊണ്ട് കൃഷ്ണനെ കാണാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല? അദ്ദേഹം എവിടെയാണ് എൻ്റെ കൃഷ്ണൻ? മയിൽപ്പീലിയും ചൂടി നിൽക്കുന്ന ആ സുന്ദര പുരുഷൻ എവിടെയാണ്? എന്തുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല? അദ്ദേഹം സദാസമയവും എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലും എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എന്നാണ് അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുക? എന്നാണ് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എന്നും ഇരിക്കാൻ കഴിയുക? ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഓരോ നിമിഷവും അതിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കൊതിച്ച് ഓരോ നിമിഷവും മീരാഭായി എങ്ങനെയാണോ ഭഗവാനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നത്, മീരാഭായി എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തിയിൽ മഗ്നയായി പോയത്, പൂന്താനവും കുറൂരമ്മയും അർജുൻ, പാണ്ഡവർ, കുന്തി ദേവി, ദ്രൗപദി ദേവി, പ്രഭുപാദ്ജി, ഗുരു മഹാരാജ്, ജീവിതം അവരുടെ ഫുൾ ഭഗവാൻ അല്ലാതെ വേറൊന്നുമില്ല. അവർ പുറമേ ഈ ലോകം ഭരിക്കുന്നവരായിരിക്കും, പല പല ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നവരായിരിക്കും, പക്ഷെ അവരുടെ ലക്ഷ്യം ഭഗവാൻ കൃഷ്ണനാണ്. സോ ലെറ്റ് us നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ ഗോൾ. ഭഗവാൻ കൃഷ്ണൻ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറാതെ ഭഗവാനിലേക്ക് വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുക. അവർ എവറി ആക്ഷൻ, എവറി മൂവ്മെന്റ് ഷുഡ് ബി ഫോർ ദാറ്റ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ഓരോ നിമിഷവും ഭഗവാന്റെ കൃഷ്ണന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലായിരിക്കണം. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു ഭാര്യ എങ്ങനെയാണോ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നത്, ഒരു ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് പെരുമാറുന്നത്, അതേപോലെ നമ്മൾ നമ്മുടെ പ്രിയതമനായ ഗുരുവായൂരപ്പനും നമ്മുടെ എല്ലാമായ ശ്രീമതി രാധാറാണിയുടെയും സന്തോഷത്തിന് വേണ്ടി ഗുരുപരമ്പരയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഫുൾ സമർപ്പിക്കുക. ഒരു പ്രഭുജി പറയുന്നു, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ഭഗവാനെ പുച്ഛിക്കുന്നവരെ അവർക്ക് വീണ്ടും കൃഷ്ണനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കില്ല. അല്ല, നമ്മൾ അവർക്ക് വേണ്ടി സമയം കളയണ്ടല്ലോ. ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എത്രയോ പേര് ഈ ലോകത്തുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സർക്കിൾ വിട്ടു പോകാറില്ല. നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ ശ്രമിക്കണം. അതിന് ആദ്യം നമ്മൾ ഭക്തിയുടെ ഏറ്റവും ഡീപ്പ് തലങ്ങളിലേക്ക് പോകണം. നമ്മൾ ആ ഭക്തിയുടെ രസത്തെ ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ആ ഭക്തിയുടെ രസത്തെ ആസ്വദിക്കാത്തതുകൊണ്ടാണ് ഇവരോട് പറയണോ ഇവരോട് പറയണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ ആ സർക്കിളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ സർക്കിളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഭക്തിയിൽ വരാത്തപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, വിഷമിക്കുന്നു. നമ്മൾ
ഭക്തിയുടെ ഉയർന്ന തലങ്ങളിലുള്ള ഭക്തരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ജീവിത ചക്രത്തിൽ തന്നെ പെട്ടുകിടക്കുകയാണ്. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവസാനം തീരെ സമയമില്ലാതെയായിപ്പോൾ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും. സാക്ഷാൽ ഭരത് മഹാരാജ് ആരുടെ പേരിലാണോ ഭാരതവർഷത്തെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് പോലും ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നു. നമുക്കൊരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. വളരെ ഡേഞ്ചറസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണാതെ, ഇപ്പം നമ്മൾ പല പല എക്സ്ക്യൂസുകൾ പറയും, ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ കളിക്കുന്നത് നമ്മുടെ ജീവിതം വെച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വാൽമീകി ഋഷി പൂർവ്വജന്മത്തിലൊരു വേടനായിരുന്നു. എല്ലാവരെയും ബന്ദിയാക്കും, അവരിൽ നിന്ന് സമ്പത്തെല്ലാം തട്ടിപ്പറിച്ചെടുക്കും. നാരദ മഹർഷിയും ബന്ദിയാക്കി. എന്നിട്ട് അങ്ങയുടെ കയ്യിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു. നാരദ മഹർഷി ഞാൻ തരാം, പക്ഷെ ആദ്യം നീ പോയി ചോദിക്ക നിന്റെ വീട്ടുകാരോട്. നീ ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊന്ന് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞു. വാൽമീകി ഋഷി ചോദിച്ചു, എനിക്ക് ഏറ്റവും അമൂല്യമായിട്ടുള്ള, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു തരാം. നാരദ മഹർഷി പറഞ്ഞു, സന്തോഷമുള്ളൂ. ഈ ലോകത്തെ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പൻ, അതെനിക്ക് തരുന്ന സന്തോഷമുള്ളൂ. അന്നേരം വാൽമീകി ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇത്രയും കാലവും ഞാൻ നിങ്ങളെ എങ്ങനെയാ തീറ്റിപ്പൂറ്റിയെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അതറിയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കിട്ടിയപ്പോ. അല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. പറഞ്ഞോളൂ. എന്താ? അന്നേരം പറഞ്ഞു, ഇങ്ങനെ ആൾക്കാരെ മോഷ്ടിച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാശുള്ളത്. എന്നാലും അവരെല്ലാം പറഞ്ഞു, ഷോ ഇങ്ങനെയൊക്കെയാണല്ലേ. ഉടനെ ആള് പറഞ്ഞു, അന്നേരം ഇതൊക്കെ ചെയ്തതിന്റെ പാവം എനിക്ക് കിട്ടാൻ പോവാണ്, അന്നേരം അത് നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണോ? നമ്മളെന്തിനനുഭവിക്കണേ? നിങ്ങളല്ലേ പാവം. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് വീട്ടിലെ കാര്യം നോക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊണ്ടുപോകും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തിനനുഭവിക്കണം? അന്ന് ആൾക്ക് ബോധോദയുണ്ടായി. ആള് നേരെ എന്നിട്ട് പറഞ്ഞു, കാലേ വീണിട്ട് പറഞ്ഞു, അമൂല്യമായിട്ട് ഇനി ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ല, എന്തായാലും നീ ചോദിച്ചല്ലേ, ഭഗവാനാണ് ഏറ്റവും അമൂല്യമായിട്ടുള്ളത്. ആ ഭഗവാനെ ഞാൻ നിനക്ക് തരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെവിയിൽ രാമനാമം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ സർവോന്നതമായിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ളത് ഭഗവാന്റെ നാമമാണെന്ന് പറഞ്ഞു കൊടുത്തു. ആ നാമം കേട്ടുടൻ തന്നെ വാൽമീകി ഋഷിയുടെ കണ്ണീന്ന് കണ്ണീര് വന്നു. പക്ഷെ അദ്ദേഹത്തിന് ജപിക്കാൻ കഴിയുന്നില്ല, അത്രയും പാപകർമ്മങ്ങൾ ചെയ്തു. പിന്നെ നാരദ മഹർഷി, ഒരു ഗുരുവിൻ്റെ കാരുണ്യം നോക്കണേ, രാമെന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടാണോ? മരാന്ന് ജപിക്കൂ. ജപിച്ച് ഭഗവാനെ അദ്ദേഹം കണ്ടു. ഭഗവാന്റെ ലീലകൾ നടക്കുന്നതിന് മുമ്പേ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വാൽമീകി ഋഷിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭഗവാന്റെ സർവസ്വമായ പ്രിയതമയായ സാക്ഷാൽ സീതാദേവി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നു. ഭഗവാന്റെ 2 മക്കൾ ലവകുശന്മാരും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നു. ഇതാണ് ഒരു വ്യക്തിയെ ഭക്തി എത്രത്തോളം ഉയർത്തും, തിരുനാമം എത്രത്തോളം ഉയർത്തും എന്ന് നമ്മൾ പഠിക്കേണ്ടത്. നാമമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഭഗവാനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ഭഗവാന്റെ നാമമാണ്. നമ്മൾ നാമത്തെ ആശ്രയിക്കൂ, ഭഗവാൻ പുറകേ വരും. ഇതിൽ കൂടുതൽ വേറെ ഏത് ഉദാഹരണമാണല്ലോ? ഭഗവാനെ അന്വേഷിച്ച് പോകണ്ട, നിങ്ങൾ നാമം ജപിക്കൂ, ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ജപിക്കൂ. ആ നാമം നിങ്ങളെ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിക്കും. അത് തെറ്റാണ്. കൃഷ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും.
നിങ്ങൾക്ക് കൃഷ്ണൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ആര് നാമം ജപിക്കുന്നുവോ അവരുടെ അടുത്ത് ഭഗവാൻ എത്തിയിരിക്കുന്നില്ല. അധികം താമസിക്കാതെ ക്ഷമയോടെ ഓരോ നാമങ്ങളും ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം രാം, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം. ഈ ഒരു ജപം മാത്രം മതി. ഇത് എത്രത്തോളം ജപിക്കുന്നു, 16 മാലയിൽ ഒതുക്കരുത്. 16 മാല ജപിക്കാൻ വേണ്ടി ജപിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠത കൊണ്ടുവരാൻ വേണ്ടി മാത്രം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭഗവാനെ അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജപിക്കുന്നത്. പക്ഷേ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഈ മന്ത്രത്തെ ജപിക്കൂ. ഓരോ ശ്വാസത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് എളുപ്പമല്ല. നമ്മൾ ജപമാലയിൽ ജപിക്കാതെ ഓരോ നിമിഷവും ജപിക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. കാരണം പല പല വിഷയങ്ങൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. അതുകൊണ്ട് ജപിക്കാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തണം. അതുകൂടാതെ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം രാം ഹരേ ഹരേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ ശ്വാസത്തിലും ഒരു ശ്വാസം ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം. എത്ര മനോഹരമായിരിക്കും അറിയാം. നിങ്ങളൊരു 108 ശ്വാസം അങ്ങനെ ചെയ്തു നോക്കുക. ജപമാല ജപിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഫോക്കസിങ് കേട്ടിട്ടുള്ള, ഭയങ്കര ഫോക്കസിങ്. അങ്ങനെ നമ്മുടെ ശ്വാസത്തിൻ്റെ മാലയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ആരാണ്, എന്താണ്. പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും കാണാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാവും, എന്തുവാ ഈ മന്ത്രം, ഇത് റിയലി മഹാമന്ത്രമാണല്ലോ, ഇതെൻ്റെ കൃഷ്ണൻ തന്നെയാണല്ലോ എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നില്ല. പിന്നെ ഈ ലോകത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷെ ദുഃഖം കൂടും. എന്ത്? ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. പിന്നെ ആ പ്രിയതമനെ കാണാതിരിക്കാൻ കഴിയില്ല. വിരഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനോടും ആസക്തി തോന്നത്തില്ല, ഒന്നിനോടും താല്പര്യം തോന്നത്തില്ല. കൃഷ്ണൻ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഉള്ളിൽ ഈ ഇമോഷൻസ് കൂടുതൽ ശക്തമാണ്. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ എളുപ്പമല്ല. നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിയെന്ന് വിചാരിക്കരുത്. കുറേ കാലം ജപിക്കേണ്ടതായിട്ടുള്ളൂ. കുറേ വർഷങ്ങൾ ഇങ്ങനെ ജപിക്കണം. കുറേ വർഷം ഇങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ഭഗവാനോടുള്ള ഭാവം ജാഗ്രതവും. ഇപ്പോൾ അവിടത്തേക്ക് എത്തിയെന്ന് വിചാരിക്കരുത്. കാരണം മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഏതൊരു നല്ല കാര്യം കണ്ടാലും ഉടനെ നമ്മളത് കോപ്പി ചെയ്യാൻ നോക്കും. അത് നല്ലൊരു ക്വാളിറ്റി ആണെങ്കിലും കോപ്പി ചെയ്യുന്നത് ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ എത്തിയെന്ന് കരുതരുത്. നമ്മൾ ഇനിയും ഒരുപാട് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാകും. എത്തിയെന്ന് നമുക്ക് എപ്പം പറയാൻ കഴിയും? ഗോലോകത്ത് എത്തുമ്പോഴേ പറയാം. എല്ലാം ഉപേക്ഷിച്ച് സന്യാസം എടുത്ത് ഫുൾ ജീവിതം ഭഗവാന് സമർപ്പിച്ചാൽ അവിടെ എത്തിയെന്ന് കരുതരുത്. അവിടെ എത്തുന്നവരെ എത്തിയെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഫുള്ളായിട്ട് ഭഗവാന്റെ സേവനം 24 മണിക്കൂറും ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ എത്തുന്നത് വരെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സന്തോഷിക്കാൻ വകയില്ല, ദുഃഖിക്കാനേ വകയുള്ളൂ. എന്നാണ് ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഭഗവാനെ
ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ എപ്പോഴാണോ അങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഭഗവാനെ. ഓക്കെ, ഇതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സത്സംഗം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാനാണ്. നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ ലൈക്സ് ഏത് വീഡിയോസിന് കിട്ടുന്നോ, ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത വീഡിയോസിന് കിട്ടുന്നോ, ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ചെയ്ത വീഡിയോസിനായിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അടിയനിപ്പോൾ പറഞ്ഞ ഈ കാര്യം മലയാള ഭാഷയിൽ കേൾക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരള ദേശത്തിൽ മലയാളം അറിയുന്ന വ്യക്തികളുടെ ഇടയിൽ കൂടുതൽ ഇത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ അടിയനെ സഹായിക്കുക. ഇതെന്നോട് ചെയ്യുന്ന വലിയൊരു കാരണമായിരിക്കും. കാരണം എൻ്റെ ഗുരു മഹാരാജിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, പ്രഭുപാദ്ജിയോടും ഒരുപാട് കടപ്പാടുണ്ട്. ആ കടം വീട്ടാൻ അടിയനെ നിങ്ങൾ സഹായിക്കണം. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കണം. അതിലൂടെ നിങ്ങളുടെ ജീവിതം ധന്യമാവും. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.